ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത്. നിങ്ങൾ ഗ്യാനറ്റ് എന്ന പക്ഷിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ കാണുന്നതാണ് കേട്ടോ ഗ്യാനറ്റ്. ഇത് വലിയ വലിപ്പമുള്ള കടൽപ്പക്ഷികളാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഗ്യാനറ്റ് സഫാരിയിലേക്കാണ്. അതാണെങ്കിൽ ഉള്ളതോ നമ്മുടെ സ്വന്തം ഹോക്സ് ബേയിലും കേപ്പ് കിഡ്നാപ്പേഴ്സ്. ഇവിടെയൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നൊരു പ്രത്യേകം വണ്ടിയിലാണ്. നമ്മുടെ ഗൈഡ് പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടുത്തെ ചരിത്രവും പക്ഷികളുടെ ജീവിത രീതിയും ഒക്കെ നന്നായിട്ട് വിവരിച്ച് തരുവേ. ഇപ്പോൾ നിങ്ങളൊരു അതിമനോഹരമായ കാഴ്ച കാണുന്നില്ലേ? ആകാശവും കടലും ഒരുമിക്കുന്ന ഒരു അപൂർവ കാഴ്ച. ഇത് കാണണമെങ്കിൽ നിങ്ങൾ ഗ്യാനറ്റ് സഫാരിക്ക് തന്നെ പോകണം. നിങ്ങൾ ഇങ്ങനത്തെ പിക്ചർ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും. എവിടെയാണെന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ ബുക്കിൻ്റെയൊക്കെ ഫ്രണ്ട് പേജിലൊക്കെ. അപ്പോൾ ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് പോയാൽ ഗ്യാനറ്റ് സഫാരിയിൽ വെച്ചിട്ട് കാണാൻ പറ്റും. പിന്നെ വേറെ ഒരു പ്രത്യേക കാഴ്ച കൂടി ഉണ്ട് നമ്മൾ ഈ പോകുന്ന വഴിക്ക്. ഇവിടെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗോൾഫ് ക്ലബ്ബ് ഉള്ളത്. അതാണ് കേപ്പ് കിഡ്നാപ്പേഴ്സ് ഗോൾഫ് കോഴ്സ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു 3 hours ജേണി ഉണ്ട് നമുക്ക് ഗ്യാനറ്റ് കോളനിയിൽ എത്താനായിട്ട്. ഓഫ് റോഡ് ഡ്രൈവാണ് കൂടുതലും. കുന്നും മലയും കടലും നിറഞ്ഞ അതിസുന്ദരമായൊരു യാത്രയാണിത്. ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഗ്യാനറ്റ് സഫാരി എത്തുമ്പോൾ അവിടെ നമുക്ക് 1000-ലധികം ഗ്യാനറ്റ് പക്ഷികളെ ഒന്നിച്ച് കാണാനായിട്ട് സാധിക്കുമേ. അവർ മത്സ്യത്തെ പിടിക്കുന്നൊരു പ്രത്യേക കാഴ്ചയുണ്ട്, അത് അതിലും മനോഹരമാണ്. അപ്പോൾ ഇനി ഈ സമ്മറിൽ ആരെങ്കിലും ഹോക്സ് ബേ വിസിറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാനറ്റ് സഫാരി വിസിറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ലൊരു ക്യാമറയൊക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല കുറേ പിക്ചേഴ്സൊക്കെ എടുക്കാനായിട്ട് പറ്റും. അപ്പം കേപ്പ് കിഡ്നാപ്പേഴ്സ് അതൊരു യാത്രയല്ല, അത് പ്രകൃതിയുമായുള്ള ഒരു അപൂർവ ബന്ധമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്